നാലാമത്തെ കാര്യം ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ കേൾക്കണം. നാലാമത്തെ കാര്യം എന്താ? ഉറങ്ങുന്ന ഉമ്മമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ഉറങ്ങണ മാതാപിതാക്കളൊന്ന് എഴുന്നേറ്റ്. എഴുന്നേക്കനല്ലെന്ന് ഒന്ന് ഉണർന്ന ഈ പറയണ കാര്യം ഒന്ന് കേൾക്കാനാ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞ, നിന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായി, ആണാകട്ടെ പെണ്ണാകട്ടെ മക്കൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങിയാൽ അവരെ വെച്ചോണ്ടിരിക്കരുത്, നിങ്ങൾ കെട്ടിച്ചു വിടണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ, എടാ മക്കള് 18ആയി, 20ആയി, 25ആയി, 28ആയി, 30ആയി, കെട്ടിച്ചു വിടുവോ? ഇവൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പും സ്കൂളിന്റെ ഫ്രണ്ടും കറങ്ങുന്നുണ്ട്, വീട്ടിൽ മിസ് കോളുകളൊക്കെ വന്നു തുടങ്ങി, മോള് സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി, പതിവില്ലാതെ മകള് ഒരുങ്ങി സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. ഉമ്മ മനസ്സിലാകണം, കാല് പൊക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാകുക. നീ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നേ. എടാ, ഒരു പെണ്ണ് സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നേ? അപ്പുറത്ത് ആരോ കാണാനുണ്ട്, അതുകൊണ്ടാ ഇടുന്നേ. ആരോ കാണാനുണ്ട്. അല്ലാതെ ഇപ്പം സിറാജുദ്ദീൻ കാസിമി എന്നും അടിപൊളി ഫോട്ടോ എടുത്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ സിറാജ് എന്തിനാ ഇടുന്നേ? ഇത് കാണാൻ വേറെ ആരോ ഉണ്ട്, അതാ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നിന്റെ മോൾ അമിതമായിട്ട് ഒരുങ്ങുന്നു, വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നു, രാത്രി പുതപ്പിനടിയിൽ ചെറിയ ചെറിയ ശബ്ദം കേൾക്കുന്നു. നീ മനസ്സിലാക്കേണ്ടത് എന്താ? നിന്റെ മകൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. 24ആയി, 25ആയി, പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ, അവസാനം നീ പഠിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ചെറുപ്പക്കാര് പറയുന്നുണ്ട്, എന്റെ പൊന്നുസ്താദ ഇതെന്റെ വാപ്പാടുത്തൊന്ന് പറ. നിങ്ങള് പെൺകുട്ടികൾ പറയുന്നുണ്ട്, ഞാൻ പറയാൻ പറ്റൂ, എന്നെ കെട്ടിച്ചുവിട്, എന്നെ കെട്ടിച്ചുവിടുന്ന. ചില തള്ളമാരങ്ങനാടോ, മക്കൾക്ക് പ്രായമായാലും കെട്ടിച്ചുവിടത്തില്ല. പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ, പഠിച്ച് ജോലിയായിട്ട് കെട്ടിയാൽ മതി, അവസാനം കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവത്തില്ല.